ഹല്ലേലൂയ. ഏവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനം. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ ഒരു എത്യോപ്യ രാജ്ഞിയുടെ മന്ത്രിയായ ഒരു ഷണ്ണനെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. താൻ വലിയ ധനവാനാണ്. അപ്പോൾ തന്നെ യെരുശലേമിലേക്ക് താൻ കടന്നു വന്ന് തിരിച്ച് ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോവുകയാണ്. എങ്കിലും താന് സംതൃപ്തനല്ല. തേരിലിരുന്നു കൊണ്ട് താന് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നു. അത് തനിക്ക് മനസ്സിലാകുന്നില്ല. ആ സന്ദർഭത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ ഈ മന്ത്രിയുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്ന വിഷയങ്ങളാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. വലിയൊരു ധനവാനായിരുന്നു എങ്കിലും യഥാർത്ഥമായിട്ട് സത്യം കണ്ടെത്തുവാനായിട്ടുള്ളതായ ആഗ്രഹം ഈ മന്ത്രിയിൽ ഉണ്ടായിരുന്നു. ഇന്ന് നാം ലോകത്ത് നോക്കുമ്പോൾ അനേകർ ധനത്തിനു വേണ്ടി ഓടി നടക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവികമാകുന്ന ഒരു ചിന്ത അവരുടെ ഹൃദയത്തിൽ ലവലേശം പോലുമില്ല. അവരുടെ തലമുറകളെ ദൈവത്തിനായി വാർത്തെടുക്കണമെന്നുള്ളതായ യാതൊരു വിധമായ ആഗ്രഹങ്ങളുമില്ല. ഏതുവിധേനയും പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയോടുകൂടി മാത്രം ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഒരിക്കൽ വിദേശത്തു നിന്ന് ഒരു മാതാവും പിതാവും നാട്ടിൽ വന്ന് ചില ദിവസങ്ങൾ അവധി കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ എയർപോർട്ടിലേക്ക് പോകുവാൻ അവര് കാറിലേക്ക് കയറുന്നതിന് മുൻപായിട്ട് മുറ്റത്ത് ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ബാല്യക്കാരന്റെ അടുക്കൽ കടന്നു എന്ന് അവന്റെ കവിളിൽ ഉമ്മ വെച്ച് അവര് യാത്ര പറഞ്ഞ് പോകുവാനായിട്ട് തുടങ്ങി. ഈ കുഞ്ഞ് അവരോട് പറഞ്ഞു, നിങ്ങൾ പോകുകയോ വരികയോ ചെയ്യ്, അതിന് എനിക്കെന്താണ് കാര്യം എന്ന് ചോദിച്ച് ആ ഉമ്മ വെച്ച കവിളിലെ ആ തുപ്പല് അവന് തുടച്ചു കളയുവാനായിട്ട് ഇടയായിട്ടു. ഇതാണ് പല കുടുംബങ്ങളിലെയും ആ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ളതാകുന്ന ഇന്നത്തെ ബന്ധം എന്ന് നാം ഓർക്കുന്നത് നന്നായിരിക്കും. ഏതുവിധേനയും പണമുണ്ടാക്കുക. അലക്സാണ്ടർ ചക്രവർത്തി തന്റെ 32-ാമത്തെ വയസ്സിൽ താൻ ഇരുന്ന് കരയുകയാണ്. എന്തിനു വേണ്ടിയാണ്? ലോകം മുഴുവനും വെട്ടിപ്പിടിച്ചു കഴിഞ്ഞു. ഇനി തന്റെ മുമ്പിൽ മറ്റൊരു സാമ്രാജ്യമില്ല. അതോർത്ത് താൻ ദുഃഖിക്കുകയായിരുന്നു. എന്നാൽ തന്റെയും അന്ത്യമൊക്കെ നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ അറിയാം. ഫിലിപ്പീൻസ് എന്ന രാജ്യത്തെ പ്രസിഡന്റായിരുന്ന മാർക്കോസ് താന് വലിയ പ്രസിദ്ധനായിരുന്നു. എങ്കിലും താൻ ഒന്നിലും തൃപ്തനായിരുന്നില്ല എന്ന് താനും അവസാനം പറയുകയുണ്ടായി. 1990-കളില് ലോകത്തിലെ ഏറ്റവും ചെലവ് കൂടിയ വീട് ഹോങ്കോങ്ങിലെ ചൈനക്കാരനായിരുന്ന ഒരു യുവാവിനാണ് ഉണ്ടായിരുന്നത്. ഏതാണ്ട് 190 കോടി രൂപ വില വരുന്ന ആ വലിയ വീട്. അതേപോലെ തനിക്കും ഭാര്യയ്ക്കും റോൾസ് റോയ്സ് കാറുകൾ 2 ഏറ്റവും മുന്തിയ ആ കാറുകൾ. അതേപോലെ രണ്ടാമത്തെ വ്യക്തി ആയിട്ടറിയപ്പെട്ട വ്യക്തി ആ കാലഘട്ടങ്ങളില് ആഡിസാഗി എന്ന വ്യക്തിയായിരുന്നു. ഏതാണ്ട് 3 വലിയ വിമാനം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില് 35 വീടുകൾ, 370 അടി നീളമുള്ള കപ്പൽ, ഇതിനു മുകളിൽ ഒരു ഹെലികോപ്റ്റർ, സിനിമാ തിയേറ്റർ, ആശുപത്രി, ബാറുകള്, ഡാൻസ് ചെയ്യുവാനുള്ള പ്രത്യേക സ്ഥലങ്ങള്, ഇതെല്ലാം അതിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടും താൻ തൃപ്തനല്ലായിരുന്നു. അതുകൊണ്ട് വീണ്ടും 250 കോടി രൂപ വിലയുള്ള വലിയ കപ്പൽ, ആ കപ്പലിന് താൻ ആദ്യം പണി കഴിപ്പിച്ച കപ്പലിന് തന്നെ ഏതാണ്ട് 250 കോടി വിലയുണ്ട്. വീണ്ടും അതിനേക്കാൾ ഇരട്ടി വലിപ്പത്തിൽ ഒരു കപ്പൽ പണിയുവാൻ താന് ആരംഭിക്കുകയുണ്ടായി.
ഇപ്രകാരം ഏതുവിധേനയും ധനം ഉണ്ടാക്കി സുഖിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മാത്രം ഇന്ന് മുന്തിയ ഹോട്ടലുകളിൽ 10,000-50,000 രൂപ വരെ പൊടിക്കുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേ പ്രിയമുള്ളവരെ, അപ്പോഴാണ് ഇവിടെ എത്യോപ്യ രാജ്ഞിയുടെ മന്ത്രിയായിരുന്ന ഈ ഷണ്ണൻ താൻ യെരൂശലേമിൽ നിന്ന് മടങ്ങി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ധ്യാനിക്കുകയാണ്. ഫിലിപ്പോസ് ചോദിക്കുന്നു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? അവൻ പൊരുൾ തിരിച്ചു കൊടുത്തു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ പൊരുൾ തിരിച്ചു കൊടുത്തപ്പോൾ ആ മന്ത്രി പറയുകയാണ്, ഇതാ വെള്ളമുള്ള ഒരു സ്ഥലം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് തടസ്സം? അഥവാ ആ നിത്യജീവനെ കുറിച്ച് ഈ മന്ത്രിക്ക് ബോധ്യമായി. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ എത്ര കോടികൾ വാരിക്കൂട്ടിയാലും ശരി, എത്ര ആ സ്വർണ കട്ടിലുകളോ അല്ലെങ്കിൽ കൊട്ടാരങ്ങളോ പണിതാലും ശരി, ഇതെല്ലാം വിട്ടിട്ട് 6 അടി മണ്ണിലേക്ക് ഉടുതുണിയോടുകൂടെ മാത്രം മനുഷ്യൻ പോയേ മതിയാകത്തുള്ളൂ എന്നുള്ളതാകുന്ന കാര്യം ഒരിക്കലും വിസ്മരിക്കാതെ വേണം. നിത്യജീവന് വേണ്ടി, നിത്യ രക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ കാലഘട്ടം ആ മന്ത്രിയെ പോലെ, ആ എത്യോപ്യ രാജ്ഞിയുടെ മന്ത്രിയെ പോലെ ദൈവവചനത്തിന്റെ മുമ്പിൽ കീഴ്പ്പെടുത്തി കൊടുത്തുകൊണ്ട് ദൈവകൽപ്പന അനുസരിപ്പാൻ ഇടയായി തീരട്ടെ. ഏവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടാടിയങ്ങളെങ്ങു പോയി വസിക്കും? നിന്നെ വിട്ടിട്ടാടിയങ്ങളെങ്ങു പോയി വസിക്കും? നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും ലോകക്കാർ നിത്യം ദൂഷിച്ചിടിലും പൊന്നേശുവേ. ലോകക്കാർ നിത്യം ദൂഷിച്ചിടിലും പൊന്നേശുവേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടാടിയങ്ങളെങ്ങു പോയി വസിക്കും? നിന്നെ വിട്ടിട്ടാടിയങ്ങളെങ്ങു പോയി വസിക്കും? നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടാടിയങ്ങളെങ്ങു പോയി വസിക്കും? നിന്നെ വിട്ടിട്ടാടിയങ്ങളെങ്ങു പോയി വസിക്കും? നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ.